IELTS അനേക വർഷത്തെ അധ്യയന പാരമ്പര്യം, വിവിധ വിദേശ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റഡി മെറ്റീരിയൽസ്, ദിവസവും 4 മൊഡ്യൂളുകൾ, ആവശ്യമുള്ള സ്കോർ നേടുന്നതുവരെ ക്ലാസുകൾ, ഇൻഡിവിജ്വൽ കോച്ചിംഗ്, 100% ഗ്യാരണ്ടി. The #1 academy for IELTS and spoken English. Our features: well-experienced teachers, well-equipped lab and classrooms, personal attention, every day, every modules, easy accessibility, and Arcadia Occidental. മെച്ചപ്പെടുത്തൂ നിങ്ങളുടെ കൈയക്ഷരം വെറും 20 മണിക്കൂറിനുള്ളിൽ അമേരിക്കൻ അക്കാഡമിയിലൂടെ. ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. 100% ഉറപ്പോടെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഏക സ്ഥാപനം അമേരിക്കൻ അക്കാഡമി ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഇന്റർവ്യൂ ട്രെയിനിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, പബ്ലിക് സ്പീക്കിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഡിബേറ്റ്, ഏത് ദിവസവും പ്രവേശനം, ധാരാളം ബാച്ചുകൾ, 100% ഗ്യാരണ്ടി. അമേരിക്കൻ അക്കാഡമി ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ്, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, ചേർത്തല. I have confidence in American Academy. Do you? നമസ്കാരം. സി വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള സെൻസസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചേർത്തല താലൂക്കിൽ സെൻസസ് തുടങ്ങിയത് പി തിലോത്തമൻ MLA വീട്ടിൽ നിന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വയലാർ ബ്ലോക്ക് കമ്മിറ്റി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. LDF ഭരണത്തിൽ അഴിമതിക്കുള്ള അവകാശം പാർട്ടിക്കാർക്ക് പങ്കിട്ട് നൽകിയിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വയലാർ രവി. ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ ആക്രമിച്ച കേസിൽ 5 പ്രതികൾ ഒളിവിലെന്ന് പോലീസ്. ഇവരെ പിടികൂടാൻ ചേർത്തലയിൽ പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചു. വെട്ടക്കൽ വിയാത്ര SNDP ശാഖ നിലവിൽ വന്നു. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് RK ദാസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദഭാഗങ്ങളിലേക്ക്. ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള സെൻസസ് 2011 ചേർത്തലയിൽ തുടക്കമായി. പി തിലോത്തമൻ MLA വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ ഉദ്യോഗസ്ഥ സംഘം എത്തിയാണ് സെൻസസിന്റെ താലൂക്ക് തല ഉദ്ഘാടനം നടത്തിയത്. ചേർത്തല തെക്ക് പഞ്ചായത്ത് 6ാം വാർഡിലെ ഉഷസ് വീട്ടിൽ MLA കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് എന്യൂമറേറ്റർ ഷൈനി K. ജോസ്, സൂപ്പർവൈസർ സരിത എന്നിവർ ചേർന്ന് നിർദ്ദിഷ്ട ഫാറത്തിൽ രേഖപ്പെടുത്തി. ഒടുവിൽ പി തിലോത്തമൻ MLA ഫോറത്തിൽ ഒപ്പിട്ടതോടെയാണ് വിവരസമാഹരണം പൂർത്തിയായത്. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആന്റണി ഡൊമിനിക് സെൻസസിനെ കുറിച്ച് വിവരിച്ചു. തഹസിൽദാർ MK കബീർ, ഡെപ്യൂട്ടി ചാർജ് ഓഫീസർ ജയപ്രകാശ് കുറുപ്പ്, വില്ലേജ് ഓഫീസർ ആൽബൻ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. 1001 ഉദ്യോഗസ്ഥരെയാണ് വീടുകളിൽ വിവരസമാഹരണത്തിന് ചേർത്തല താലൂക്കിൽ നിയോഗിച്ചിരിക്കുന്നത്. ചേർത്തല നഗരസഭാതല സെൻസസ് ഉദ്ഘാടനം ചേർത്തല മുനിസിപ്പൽ ചെയർമാൻ P. ഷാജി മോഹന്റെ വസതിയിലാണ് നടന്നത്. LDF ഭരണത്തിൽ അഴിമതി നടത്താനുള്ള അവകാശം പാർട്ടിക്കാർക്ക് പങ്കിട്ട് നൽകിയിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വയലാർ രവി പറഞ്ഞു. വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1957 ഇടതുഭരണത്തിൽ നടന്നത് സെൽ ഭരണമായിരുന്നുവെന്ന് വയലാർ രവി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഭരണം പിടിക്കാൻ പാർട്ടി ഘടകങ്ങൾ പരസ്പരം മത്സരിക്കുകയാണ്. സെൽ ഭരണത്തെക്കാൾ ഒരുപടി കൂടി മുന്നിലാണ് ഇപ്പോഴത്തെ ഭരണമെന്നും വയലാർ രവി പറഞ്ഞു. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നു. പോലീസ് സേന കൊട്ടേഷൻ സംഘത്തിന് ഒത്താശ ചെയ്യുകയാണ്. സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാക്കാതെ 10,000ങ്ങൾക്ക് തൊഴിലവസരം നഷ്ടപ്പെടുത്തിയതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും വയലാർ രവി പറഞ്ഞു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പഠന ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് മധു വാവക്കാട് അധ്യക്ഷനായിരുന്നു. പ്രതിപക്ഷ ഉപനേതാവ് G. കാർത്തികേയൻ, MK അബ്ദുൽ ഗഫൂർ ഹാജി, അഡ്വക്കേറ്റ് CR ജയപ്രകാശ്, അഡ്വക്കേറ്റ് D. സുഗതൻ, KN സെയ്ദ് മുഹമ്മദ്, KR രാജേന്ദ്ര പ്രസാദ്, അഡ്വക്കേറ്റ് MK ജനദേവ്, MK ജയപാൽ, അഡ്വക്കേറ്റ് TH സലാം തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഭരണമില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഭരണ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. സൂര്യദേവന്റെ പ്രീതി തേടി കരപ്പുറത്ത് ആദിത്യ പൂജകൾ തുടരുകയാണ്. 10ാമത് ദിവസമാണ് പൂജ സമാപനം.
കരപ്പുറത്തിന്റെ തനത് ആചാര അനുഷ്ഠാനമാണ് സവിശേഷമായ ആദിത്യപൂജ. മേടമാസത്തിലാണ് ക്ഷേത്രങ്ങളിലും മറ്റും ആദിത്യപൂജ ഒരുക്കുന്നത്. ക്ഷേത്രങ്ങൾക്ക് പുറമെ നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച പൂജ സംഘങ്ങളിലും വ്യാപകമായി ആദിത്യപൂജ സംഘടിപ്പിച്ചു വരുന്നു. വിളവെടുപ്പിന് ശേഷം കാർഷിക വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ആദിത്യപൂജയ്ക്കുള്ള നിവേദ്യമായ സ്വാദിഷ്ടമായ അപ്പം തയ്യാറാക്കുന്നത്. നെല്ലുകുത്തി പൊടിച്ച് ഉണ്ടാക്കുന്ന അരിപ്പൊടി, പൂവൻപഴം, ശർക്കര, നെയ്യ്, എള്ള് തുടങ്ങിയവ കരിക്കൻ വെള്ളത്തിൽ കുഴച്ചാണ് അപ്പം പാകപ്പെടുത്തുന്നത്. തേങ്ങാപ്പീര വേവിച്ച് വറ്റിച്ചാണ് അപ്പം വാർക്കുന്നതിനുള്ള വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത്. തളികയിലാക്കി അപ്പം സൂര്യന് നേരെ ഉയർത്തിക്കാട്ടുന്നതാണ് ആദിത്യപൂജയിലെ പ്രധാന ചടങ്ങ്. കൃഷി വിജയകരമാക്കാൻ പ്രകൃതിയുടെ കനിവ് ലഭിക്കാനാണ് വിശ്വാസികൾ ആദിത്യപൂജ ഒരുക്കുന്നത്. കാലം മാറിയപ്പോൾ ആദിത്യപൂജയുടെ സംഘാടനത്തിലും അപ്പം തയ്യാറാക്കുന്നതിലും മാറ്റം വളരെ ഉണ്ടായിട്ടുണ്ട്. ചേർത്തല താലൂക്കിന്റെ പ്രത്യേകമായ ആചാരമാണ് ആദിത്യപൂജ. ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതികളെ പിടികൂടാൻ ചേർത്തലയിൽ പോലീസ് പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചു. ഈ മാസം 3-ാം തീയതി രാത്രിയിലാണ് പള്ളിപ്പുറം സ്വദേശികളായ ഒരു കുടുംബത്തിലെ 5 പേർക്ക് ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ വെട്ടേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന മഞ്ജു എന്ന് വിളിക്കുന്ന സുജിത്തിനെ ചേർത്തല പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ റിമാൻഡിൽ കഴിയുകയാണിപ്പോൾ. മഞ്ജുവിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞത്. മഞ്ജുവിന് പുറമെ അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട 5 പേരുടെ വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മഞ്ജു അറസ്റ്റിലായ പിന്നാലെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. ഒളിവിൽ കഴിയുന്നവരെ പിടികൂടാൻ പ്രത്യേക സ്ക്വാഡിനെ പോലീസ് നിയോഗിച്ചു. മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഒളി കേന്ദ്രം കണ്ടെത്താനാണ് ഈ അന്വേഷണം. ദിവസങ്ങൾക്കകം പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. തികച്ചും യാദൃച്ഛികമായാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ അക്രമ സംഭവം ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളിൽ 2 പേർ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ വെട്ടേറ്റ യാത്രക്കാരിൽ ഒരാൾ ഇടപെട്ടതാണ് സംഘർഷത്തിന് വഴി തുറന്നത്. വെട്ടുകേസിലെ പ്രതികളിൽ 2 പേർക്ക് യാത്രക്കാരിൽ നിന്ന് മർദ്ദനമേൽക്കുകയുണ്ടായി. ഇതോടെ സ്ഥലം വിട്ടവർ സംഘടിതരായി വന്ന് ആയുധം ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വെട്ടക്കൽ വിയാത്ര കേന്ദ്രീകരിച്ച് ആർ ശങ്കർ മെമ്മോറിയൽ SNDP ശാഖായോഗം നിലവിൽ വന്നു. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് R.K. ദാസ് SNDP ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തിങ്കളാഴ്ച വൈകിട്ടാണ് വെട്ടക്കൽ വിയാത്ര ആർ ശങ്കർ മെമ്മോറിയൽ SNDP ശാഖയുടെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. വെട്ടക്കൽ ചെള്ളപ്പുറം ക്ഷേത്രമൈതാനിൽ നടന്ന ചടങ്ങിൽ SNDP ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് R.K. ദാസ് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചേർത്തല SNDP യൂണിയൻ സെക്രട്ടറി പ്രൊഫസർ മോഹൻ കാര്യാട്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. ചേർത്തല SNDP യൂണിയൻ പ്രസിഡന്റ് KP നടരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം നേതാക്കളായ V. പൊന്നൻ, A. പൊന്നപ്പൻ, VPB സിംഗ്, MG മനോജ്, MG ബാബു, KK രാജീവ് എന്നിവർ സംസാരിച്ചു. കൺവീനർ ND രാജു സ്വാഗതവും MK പ്രകാശൻ നന്ദിയും പറഞ്ഞു. കുടുംബ യൂണിറ്റുകൾ ആരംഭിച്ചു. ആ കുടുംബ യൂണിറ്റുകൾ 5511 പട്ടണക്കാട് പഞ്ചായത്ത് 12-ാം വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമമാണ്. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ട്രാൻസ്ഫോമർ ഇപ്പോഴും നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ്. പട്ടണക്കാട് പഞ്ചായത്ത് 12-ാം വാർഡിലെ 1500-ൽ പരം കുടുംബങ്ങളാണ് കാലങ്ങളായി കടുത്ത വോൾട്ടേജ് ക്ഷാമം അനുഭവിക്കുന്നത്. കുടിവെള്ളം ശേഖരിക്കാൻ ഇവിടെ മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ പോലും നാട്ടുകാർക്ക് കഴിയുന്നില്ല. ബൾബുകൾക്ക് വെളിച്ചവും തീരെ കുറവാണ്. മൂർത്തിക്കൽ പറപ്പള്ളിച്ചിറ റോഡിൽ പട്ടണക്കാട് വില്ലേജ് ഓഫീസിന് സമീപം പുതുതായി ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ട് 3 വർഷത്തോളമായി. വൈദ്യുതി എത്തിക്കാൻ ലൈനും വലിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ട്രാൻസ്ഫോമർ ഇതുവരെ പ്രവർത്തിപ്പിച്ചിട്ടില്ല. സാങ്കേതിക തടസ്സങ്ങളുടെ പേരിലാണ് ട്രാൻസ്ഫോമർ പ്രവർത്തന സജ്ജമാക്കാത്തത്. ഈ പ്രശ്നം പരിഹരിച്ച് ട്രാൻസ്ഫോമർ പ്രവർത്തിപ്പിച്ചാലേ നാട്ടുകാർക്ക് ഉയർന്ന വോൾട്ടേജിൽ മികച്ച വൈദ്യുതി ലഭ്യമാകൂ. ഇതിപ്പോ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ട് 2 വർഷം ആയിട്ടുണ്ട്. ഇതോടെ സി വിഷൻ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.